ദൈവത്തിന് സ്തുതി. പെന്തിക്കോസ്തിക്ക് മുൻപുള്ള ഞായറാഴ്ചയാകുന്ന ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വേദഭാഗമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് തമ്പുരാൻ വീണ്ടും പഠിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു രംഗം. ഇവിടെ കർത്താവ് ഉപയോഗിക്കുന്ന മനോഹരമായൊരു വാക്കുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് ഞാൻ ഭൂമിയിൽ വന്നിരിക്കുക. ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട മനോഹരനായ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ചു. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്ത് കാര്യം ചെയ്താലും ചെയ്യാൻ പോയാലും ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ പ്രവൃത്തി മുഖാന്തരം എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എന്നോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ കൂട്ടുകാർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ, എൻ്റെ സഭയിലുള്ളവർ, എൻ്റെ സമൂഹത്തിലുള്ളവർ, അങ്ങനെ ഞാനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ പ്രവൃത്തി മുഖാന്തരം അഭിമാനപ്പെടുവോ അപമാനപ്പെടുവോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ കുറച്ചും കൂടെ ഭംഗിയാവും. ഇവിടെ കർത്താവ് എന്താ പറഞ്ഞ്? ഞാൻ വന്നിരിക്കുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. അതിനപ്പുറമായിട്ട് എനിക്കൊന്നുമില്ല. മനോഹരമായിരിക്കുന്ന ഈ പഠിപ്പിക്കലുകളൊക്കെ കേൾക്കുമ്പോഴാണ് അവിടെ കൂടി നിൽക്കുന്ന പരീശന്മാരും പ്രമാണിമാരൊക്കെ പറഞ്ഞു വെച്ചത്, ഇവൻ യൗസേഫിൻ്റെ മകനല്ലേ, അവൻ്റെ അപ്പൻ ഒരു തച്ചനല്ലേ. ആ ഒരു സെൻറ്റൻസിൽ അവർക്ക് ആശ്ചര്യമുണ്ട്, അതുപോലെ പുച്ഛമുണ്ട്. ഒരു തച്ചൻ്റെ മകനിൽ നിന്നും ഇത്രയും വിവരമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള സംഭാഷണം കേൾക്കാൻ സാധ്യതയുണ്ടോ? അതൊരു ആശ്ചര്യമാണ്. മറ്റൊന്ന്, ഇവന് തച്ചൻ്റെ മകനല്ലേ, ഇവൻ പറഞ്ഞാൽ എത്രത്തോളം പറയും എന്നൊരു പുച്ഛവും ഉണ്ടാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രവൃത്തി പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയല്ലേ. നമ്മുടെ പ്രവൃത്തി മുഖാന്തരം ആരെങ്കിലുമൊക്കെ നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ, ചേർന്ന് നിൽക്കുന്നവരെങ്കിലും അപമാനിതരാകുമോ, അഭിമാനമുള്ളവരാകുമോ? ഇപ്രകാരം ചിന്തിക്കാൻ ഈ വേദഭാഗം നമുക്ക് സാധിക്കട്ടെ. നീ